ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സൺ എന്ന ടേമാണ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പേഴ്സൺ എന്ന ടേമിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ്. സാധാരണഗതിയിൽ പേഴ്സൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്നാണ്. പക്ഷെ എങ്ങനെയാണ് നമുക്ക് ഇവിടെ നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പേഴ്സൺ എന്ന ടേം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ആ പേഴ്സണിൽ വരുന്നത്? അല്ലെങ്കിൽ പേഴ്സൺ ഇൻക്ലൂഡ്സ് ആൻ ഇൻഡിവിജ്വൽ, HUF, company, firm, association of persons or body of individuals, a local authority, every artificial juridical person. ഈ 7 കൂട്ടം കാര്യങ്ങളാണ് പേഴ്സൺ എന്ന ഡെഫിനിഷനിൽ വരുന്നത്. ശ്രദ്ധിച്ചൊന്നുകൂടി കേൾക്കുക. പേഴ്സൺ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വ്യക്തിയെയാണ്, നമ്മളെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. എന്നാൽ അല്ല. ഇൻകം ടാക്സ് ആക്ടിൽ പേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ആകാം, HUF ആകാം, കമ്പനി ആകാം, ഫേം ആകാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആകാം, എ ലോക്കൽ അതോറിറ്റി ആകാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ഇൻഡിവിജ്വൽ. ആരാണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എന്താണ് ഇൻഡിവിജ്വൽ എന്ന് നോക്കാം. ഇറ്റ് റിഫേഴ്സ് ടു എ നാച്ചുറൽ ഹ്യൂമൻ ബീങ്. ഒരു സാധാരണ വ്യക്തി, ഒരു മനുഷ്യനെയാണ് ഇവിടെ ഇൻഡിവിജ്വൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു മെയിലാകാം, പുരുഷനാകാം, സ്ത്രീയാകാം, മൈനർ ആകാം, മേജർ ആകാം, മാരീഡ് ആകാം, സിംഗിൾ ആകാം. അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ ഇൻഡിവിജ്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീങ്, ഒരു ജീവനുള്ള മനുഷ്യനെയാണ് ഇൻഡിവിജ്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ നോക്കാം, HUF. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് HUF അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. എന്താണത്? ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ക്രിയേറ്റഡ് ഡ്യൂ ടു ഓപ്പറേഷൻ ഓഫ് ഹിന്ദു ലോ. ഹിന്ദു ലോ പ്രകാരമാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മാനേജർ ആരാ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ആരാ? കർത്ത എന്ന പേരിലാണ് അതിൻ്റെ ഹെഡ് അറിയപ്പെടുന്നത്. അതായത് ഒരു കുടുംബമായിരിക്കും ആ ബിസിനസ് മാനേജ് ചെയ്യുന്നത്. ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയായിരിക്കും അതിൻ്റെ മാനേജർ. അദ്ദേഹം അറിയപ്പെടുന്നത് കർത്ത എന്ന പേരിലാണ്. ആ കുടുംബത്തിലെ ബാക്കി എല്ലാവരും HUF-ലെ മെമ്പേഴ്സ് ആയിരിക്കും. അവരറിയപ്പെടുന്നത് കോ പേഴ്സണേഴ്സ് എന്നാണ്. ഓക്കെ, ഒന്നുകൂടി മനസ്സിലാക്കുക. HUF സ്റ്റാൻഡ്സ് ഫോർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്ന ഒരു ബിസിനസ് സിസ്റ്റമാണ് ഇത്. ഹിന്ദു ലോ പ്രകാരമാണ് HUF സെറ്റപ്പ് ചെയ്യുന്നത്. അതിൻ്റെ മാനേജർ ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയായിരിക്കും. അദ്ദേഹം കർത്ത എന്നറിയപ്പെടുന്നു. അതിലെ മെമ്പേഴ്സിനെ കോ പേഴ്സണേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ പേഴ്സൺ എന്ന ഡെഫിനിഷനിൽ HUF ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തതാണ് കമ്പനി. എന്താണ് കമ്പനി? കമ്പനി എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന ഡെഫിനിഷൻ ഉണ്ട്. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. അത് തന്നെ. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഓർ 56 ഓർ എനി അതർ ലോ. 2013 കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ 56 കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ട് പ്രകാരം നിലവിൽ വന്ന കമ്പനികളാണ് കമ്പനി എന്ന് വിളിക്കുന്നത്. കമ്പനി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കമ്പനിയും അതിനകത്ത് വരും, ഫോറിൻ കമ്പനിയും വരും. അതായത് ഫോറിൻ കമ്പനിയും ടാക്സ് കൊടുക്കണം. അപ്പോൾ മൂന്നാമത്തെ സംഗതിയാണ് കമ്പനി. ആദ്യം നമ്മൾ കണ്ടതാണ് ഇൻഡിവിജ്വൽ, രണ്ടാമത് കണ്ടു HUF, മൂന്നാമത് കാണുന്നു കമ്പനി. ഓക്കെ, നാലാമത്തത് എന്താണെന്ന് നോക്കാം. ഫേം. എന്താണ് ഫേം? പാർട്ട്ണർഷിപ്പ് ഫേമിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ടോ അതിലധികം ആളുകളോ ഒന്നിച്ചു കൂടുന്നു. അവര് പാർട്ട്നേഴ്സ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ബേസിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വിളിക്കാം. എല്ലാവർക്കും അറിയാം, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡാണ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ബേസ് എന്ന് പറയാം. പാർട്ട്നേഴ്സിനെ കളക്റ്റീവായിട്ട് വിളിക്കുന്നതാണ് ഫേം എന്ന്. അപ്പോൾ ഫേം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ആൻ എൻറ്റിറ്റി വിച്ച് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്, അതായത് ഡീഡ് between persons to share profits of the business carried on by all or any of them acting for all. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടത് ഇൻഡിവിജ്വൽ ആണ്, രണ്ടാമത് നമ്മൾ കണ്ടായിരുന്നു HUF, മൂന്നാമത് നമ്മൾ കണ്ടു കമ്പനി, നാലാമത് കണ്ടു ഫേം. ഫേമും ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ പേഴ്സണ് കീഴിൽ വരുന്നതാണ്. ഓക്കെ, വീണ്ടും നമുക്ക് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഫേം ഡസ് നോട്ട് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം പാർട്ട്ണർഷിപ്പിനകത്ത് പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി ഒക്കെ എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണോ ലിമിറ്റഡ് ആണോ? ഒന്ന് ആലോചിച്ചാൽ പിടി കിട്ടും. അവർ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി അല്ല.
പാർട്ട്ണർഷിപ്പിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞേക്കണേ, ഇൻകം ടാക്സ് പ്രകാരം നോക്കുമ്പോൾ പാർട്ട്ണർഷിപ്പിന് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഇൻകം ടാക്സ് പ്രകാരം പാർട്ട്ണർഷിപ്പ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി കാണാം. എ പാർട്ട്ണർഷിപ്പ് ഫേം ക്യാൻ ബി ഓഫ് ദ ഫോളോയിങ് ടു ടൈപ്സ്. രണ്ട് രീതിയിലുള്ള പാർട്ട്ണർഷിപ്പ് ഫേമുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, എ ഫേം വിച്ച് ഫുൾഫിൽ ദ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ അണ്ടർ സെക്ഷൻ 184, 184 സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനുകൾ ഫുൾഫിൽ ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ഫേമുകൾ. രണ്ടാമത്തത്, എ ഫേം വിച്ച് ഡസ് നോട്ട് ഫുൾഫിൽ ദ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 184, 184 സെക്ഷനിൽ പറയുന്ന കണ്ടീഷനുകളൊന്നും ഫുൾഫിൽ ചെയ്യാത്ത ഫേമുകളെയാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പിന്നീട് കാണുന്നതാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം, അതിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല. പക്ഷെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നോക്കുമ്പോൾ അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഫോർ ഇൻകം ടാക്സ് പർപ്പസസ് എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് LLP എന്താണെന്ന് എല്ലാവർക്കും അറിയാം. LLP ആക്ട് ഉണ്ട് 2008. LLP ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള LLPകളും നമ്മൾ ഫേമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫേം എന്നുള്ള ടേമിനകത്ത് LLP ഉണ്ട്. ഫേം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫേമും ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേമുകളും ഉണ്ട്, LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നുപോയിക്കൂടാ. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. നമുക്കൊന്നുകൂടി പറയാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഇൻഡിവിജ്വൽ ആണ്. 2, HUF ആണ്. 3, കമ്പനിയാണ്. 4, ഫേമാണ്. 5, ഇനി കാണുവാൻ പോകുന്നത് AOP, അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആൻഡ് BOI, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. രണ്ടും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേം അല്ല. കുറച്ച് ആളുകൾ ഒന്നിച്ചു കൂടി വരുന്നു, അവരൊരു ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടി? പ്രോഫിറ്റിന് വേണ്ടി. ഒരു കോമൺ ആയിട്ട് ഒരു ബിസിനസ്, ഒരു അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവർ ക്യാപിറ്റൽ പൂള് ചെയ്യുന്നു, അതിനുശേഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അതെന്തല്ല, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഇതിനാണ് നമ്മൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. നമുക്ക് നോക്കാം. വെൻ പേഴ്സൺസ് കമ്പൈൻ ടുഗദർ, ആളുകൾ ഒന്നിച്ചു കൂടുന്നു. എന്തിനു വേണ്ടി? ടു ക്യാരി ഓൺ എ ജോയിന്റ് എന്റർപ്രൈസ് ആൻഡ് ദേ ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് പാർട്ണർഷിപ്പ് അണ്ടർ ദ ലോ, ദേ ആർ അസസബിൾ ആസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അതായത് ആളുകൾ ഒരുമിച്ച് കൂടി വരുന്നു, അതിനുശേഷം ഒരു ബിസിനസ് തുടങ്ങുന്നു. എന്തിന്? ലാഭം നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവരെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് വിളിക്കാം. ഇത് എന്തിൽ നിന്ന് വ്യത്യസ്തമാണ്? തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം, ഇത് പാർട്ട്ണർഷിപ്പ് അല്ല. പാർട്ട്ണർഷിപ്പ് ഡീഡൊന്നും ഇവിടെ ഇല്ല. ആളുകൾ ഒരുമിച്ച് വരുന്നു, ബിസിനസ് നടത്തുന്നു. അപ്പോൾ ഇതിനകത്ത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, നമ്മൾ കാണും. ഒരു ഉദാഹരണമുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഇതിന് കീഴിൽ വരുന്ന ഈ ഒരു ഹെഡിന് കീഴിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ നിലനിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. റിസീവിംഗ് ഇൻകം ജോയിൻലി ഈസ് നോട്ട് ദ ഓൺലി ഫീച്ചർ ഓഫ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അതായത് എല്ലാവരും കൂടി ജോയിന്റ് ആയിട്ട് ഇൻകം അല്ലെങ്കിൽ ഇൻകം നേടുന്നു എന്നത് മാത്രമല്ല എന്തിന്റെ അസോസിയേഷൻ ഓഫ് പേഴ്സന്റെ ഒരു ഡെഫിനിഷൻ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദേർ മസ്റ്റ് ബി എ കോമൺ പർപ്പസ്. എല്ലാവരും ഒന്നിച്ച് കൂടിയിരിക്കുന്നത് ഒരു കോമൺ പർപ്പസിന് വേണ്ടിയായിരിക്കണം. ഒറ്റ ലക്ഷ്യമാണ് എല്ലാവർക്കും ഉള്ളത്. അതിന് കോമൺ ആക്ഷൻ. എല്ലാവരും എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ആ കോമൺ പർപ്പസ്, ആ ഒരു പർപ്പസിന് വേണ്ടി. അപ്പോൾ അത് എന്ത് അച്ചീവ് ചെയ്യുന്നു? ഇൻകം നേടുന്നു. ഏൺ ഇൻകം, ടു ഏൺ ഇൻകം. ഇൻകം നേടുവാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നു. എല്ലാവരുടെയും പർപ്പസ് ഒന്നാണ്, എല്ലാവരുടെയും ആക്ഷനും കോമൺ ആണ്, ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് ഇരിക്കണം. ഇതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ഒരു ഡെഫിനിഷൻ. ഒക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡിഫറൻസ് കാണാം. AOPയുടെ പ്രത്യേകത പറഞ്ഞാൽ AOPയിൽ ആർക്കൊക്കെ മെമ്പേഴ്സ് ആകാം. കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും ഇൻഡിവിജ്വൽസിനും ആർക്ക് വേണമെങ്കിലും AOPയിൽ മെമ്പർ ആകാം. 1-2 കമ്പനികൾക്ക്, അല്ലെങ്കിൽ കുറച്ച് അസോസിയേഷനുകൾക്ക്, അല്ലെങ്കിൽ കുറച്ച് ഇൻഡിവിജ്വൽസിന്, ഇവർക്ക് എല്ലാവർക്കും കൂടി എന്ത് സെറ്റപ്പ് ചെയ്യാം? ഒരു AOP, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന കാര്യം സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അതേസമയം BOI വരുമ്പോഴോ അതിനകത്ത് ഒരിക്കലും കമ്പനികൾക്കോ അസോസിയേഷനുകൾക്കോ മെമ്പർഷിപ്പ് ലഭിക്കില്ല. ഒൺലി ഇൻഡിവിജ്വൽസ്. ആർക്ക് മാത്രം? ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ, നാച്ചുറൽ ഹ്യൂമൻ ബീങ്സിന് മാത്രമേ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൽ മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ. എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് കനോട്ട് ഹാവ് നോൺ ഇൻഡിവിജ്വൽസ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മൾ ഒന്നാമത് കണ്ട കാര്യം ഇൻഡിവിജ്വൽസ്. അവർക്ക് മാത്രമേ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനകത്ത് പേര് തന്നെയുണ്ട് മെമ്പർ ആകാൻ സാധിക്കുകയുള്ളൂ. അതായത് നാച്ചുറൽ ഹ്യൂമൻ ബീങ്സിന്. അവിടെ കമ്പനികൾക്കോ അസോസിയേഷനുകൾക്കോ മെമ്പർഷിപ്പ് ഇല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. AOPയിൽ ആർക്ക് വേണമെങ്കിലും മെമ്പേഴ്സ് ആകാം. എന്നാൽ BOIയിൽ
ഇൻഡിവിജ്വൽസിന് മാത്രമേ മെമ്പേഴ്സ് ആകുവാൻ സാധിക്കുകയുള്ളൂ. ആറാമത്തെയാണ് ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, അല്ലെ കന്റോൺമെന്റ് ബോർഡ്, പോർട്ട് ട്രസ്റ്റ്, ഇതുകൂട്ട് കാര്യങ്ങളെല്ലാം എന്താ ലോക്കൽ അതോറിറ്റിയാണ്. ഒരു ലോക്കൽ ഏരിയയിലെ ഭരണ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നവരാ. അവരാണ് മറ്റൊരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഡെഫിനിഷനിൽ വരുന്ന മറ്റൊരു വ്യക്തി. ആറാമത് നമ്മൾ കാണുന്നതാണ് ലോക്കൽ അതോറിറ്റി. നമ്മുടെ പഞ്ചായത്ത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരു പഞ്ചായത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളൊക്കെ എന്താ, അത് പേഴ്സൺ എന്ന ഡെഫിനിഷനകത്ത് വരുന്നതാണ്. അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ പ്രത്യേകത കാണാം. എ പബ്ലിക് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് എ ബോഡി ഹാവിംഗ് ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ ആർ നോൺ ടു ബി ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ്. ഏറ്റവും വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഉദാഹരണമാണ് യൂണിവേഴ്സിറ്റികൾ. അത് മാത്രം ഓർത്താൽ മതി, മനസ്സിലോർക്കുക. യൂണിവേഴ്സിറ്റികൾ അത് ഏതിന്റെ കീഴിൽ വരും? ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. അതൊരു സ്പെഷ്യൽ ആക്ട് പ്രകാരം ലെജിസ്ലേച്ചർ വഴി എന്ത് ചെയ്തേക്കണ, പാസ്സാക്കിയേക്കുന്ന ആ രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റി അതിന് പറ്റിയൊരു ഉദാഹരണമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് 7 കൂട്ടം പേഴ്സൺസിനെയാണ്. അല്ലെങ്കിൽ ഇൻകം ടാക്സ് ലോ പ്രകാരം ആരൊക്കെയാണ് പേഴ്സൺസ് എന്ന് നമ്മൾ കണ്ടു. നമ്മൾ ആദ്യം കണ്ടിരുന്നു 7 കൂട്ടം ആളുകളെ നമുക്ക് പേഴ്സൺസ് എന്ന് വിളിക്കുവാൻ സാധിക്കും. ഒന്നാമത്തെ ആയിരുന്നു ഇൻഡിവിജ്വൽസ്, ജീവനുള്ള മനുഷ്യൻ. ആണാകാം, പെണ്ണാകാം, മൈനറാകാം, മേജറാകാം, സിംഗിളാകാം, മാരീഡാകാം. 2 HUF, ഇന്ത്യയിലുള്ളൊരു ബിസിനസ് സിസ്റ്റമാണ്. ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും അതിൻ്റെ മാനേജർ, കർത്ത എന്നറിയപ്പെടുന്നു. ബാക്കി എല്ലാവരും അതിലെ മെമ്പേഴ്സ് ആയിരിക്കും. പിന്നീട് 2 കമ്പനീസ് ആണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. എല്ലാവർക്കും അറിയാം. പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം ആണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ കണ്ടിരുന്നു AOP ഓർ BOI. AOPയുടെ പ്രത്യേകത, AOPയിൽ ആർക്ക് വേണേലും മെമ്പേഴ്സ് ആകാം. ഇൻഡിവിജ്വൽസിനാകാം, കമ്പനീസിനാകാം, അല്ലെങ്കിൽ മറ്റ് അസോസിയേഷനുകൾക്ക് ഇതിനകത്ത് മെമ്പർ ആകാം. അതേസമയം ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, പേര് തന്നെയുണ്ട്, ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് മാത്രമേ ഇതിനകത്ത് മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അടുത്താണ് ലോക്കൽ അതോറിറ്റീസ്. ലോക്കൽ അതോറിറ്റി മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കന്റോൺമെന്റ് ബോർഡ്സ്, പോർട്ട് ട്രസ്റ്റ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇവരും പേഴ്സന്റെ ഡെഫിനിഷനിൽ വരും. അവസാനത്താണ് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. ഇതിന് ഏറ്റവും പറ്റിയ ഉദാഹരണമാണ് യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത് പേഴ്സൺ എന്നതിന്റെ ഡെഫിനിഷൻ ആയിരുന്നു. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പേഴ്സൺ ഒരു വ്യക്തി, ശരിയല്ലേ, ഞാനൊരു പേഴ്സൺ, നിങ്ങൾ പേഴ്സൺസ് ആണ്, നമുക്ക് ആ രീതിയിലേ തോന്നുള്ളൂ. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കണം, പേഴ്സൺ എന്ന ഡെഫിനിഷൻ 7 കൂട്ടം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്കൊരു ക്വിസ് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഡിറ്റർമൈൻ ദ സ്റ്റാറ്റസ് ഓഫ് ഫോളോയിങ് പേഴ്സൺസ്. ഈ താഴെ പറഞ്ഞിരിക്കുന്നവരുടെ സ്റ്റാറ്റസ് നിങ്ങൾ പറയണം. അതായത് കമ്പനിയാണോ, ഫാം ആണോ, അത് കൂട്ട് ഏതാണോ, ഇൻഡിവിജ്വൽ ആണോ, നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഒരു 6 എണ്ണം കാണാൻ പറ്റും. നിങ്ങൾക്ക് 6 എണ്ണം നോക്കി പറയാവുന്നതാണ്. ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് അല്പം ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം നോക്കുക. അതിനുശേഷം നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ശേഷം അതിന്റെ ഉത്തരം നോക്കുക. അതിന്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പനി, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ, ലോക്കൽ അതോറിറ്റി, ഫാം, HUF ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിന്റെ ആൻസേഴ്സ് ഒന്നുകൂടി തരാം. ഒന്നുകൂടി നിങ്ങൾക്ക് നോക്കാം. ഇതും നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ച് നോക്കണം. ഓക്കെ, സ്റ്റാറ്റസ് നോക്കി ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് അവരുടെ സ്റ്റാറ്റസ് ആണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഇവിടെ തന്നെ നോക്കുക, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ, ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാൻ. നമ്പർ ഇട്ട ശേഷം കമന്റ് ചെയ്യുക. ഓക്കെ, അതിന്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര പേരുടെ എത്ര എണ്ണം കറക്റ്റ് ആയെന്ന് നിങ്ങൾക്ക് നോക്കാം. ശരിയാണോ ശരിയല്ലയോ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു പേഴ്സൺ എന്ന ഡെഫിനിഷന്റെ കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിനുള്ള മറുപടികൾ ഉടൻ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കോൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണെന്ന്. പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാത്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നമുക്ക് കാണാം. അപ്പോൾ തൽക്കാലത്തേക്ക് വിടാം. വീണ്ടും കാണാം. താങ്ക് യു.